മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനം കൊച്ചി എം.എൽ.എ. KJ മാക്സി നിർവഹിച്ചു. ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് AIGHSൽ കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുധാ N വിഷയാവതരണം നടത്തി. പ്രസിദ്ധ ഗായകൻ മാർട്ടിൻ നെറ്റോ അവതരിപ്പിച്ച സംഗീത വിരുന്ന് പരിപാടിക്ക് മാറ്റുകൂട്ടി. മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ 2025-2026 അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനം ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് AIGHSൽ കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. കലയും സാഹിത്യവും ഇഷ്ടപ്പെടാത്ത ആരും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. മനുഷ്യരാണെങ്കിൽ ഉണ്ടായിരുന്നു. സംഗീതവും നൃത്തവും പ്രസംഗവും അതുപോലെ എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരുണ്ടായത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുധാ N വിഷയാവതരണം നടത്തി. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന ബഹുമതി മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ പരിപാടികളിലൂടെ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ മേഖലയെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ അംഗങ്ങളാകുന്നു, അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും അതിലെ അംഗങ്ങളാകുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മട്ടാഞ്ചേരി BPC രമ്യ ജോസഫ്, HM ഫോറം കൺവീനർ MS ആന്റണി, സീനിയർ ടീച്ചർ സുഷ ഹാരിയറ്റ്, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ KSTA പ്രതിനിധി ഷിബു TK, KPSTA പ്രതിനിധി ജോസഫ് സെബാസ്റ്റ്യൻ, KATF പ്രതിനിധി സഹൽ, വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ ഹമീദ് ഖാൻ, ഉപജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ നിഷ MN എന്നിവർ സംസാരിച്ചു. നല്ല കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാക്കി മാറ്റുന്നതിന് വേണ്ടി, അതോടൊപ്പം സമൂഹത്തിന് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ ഊർജവും കഴിവുകളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള സംഘടനയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. പ്രവർത്തനം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി പരിപോഷിച്ചു മികവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. MTയുടെ മഞ്ഞ നോവലിലെ ഭാവകാവ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി സാഹിത്യ സെമിനാർ മത്സരവും പ്രസിദ്ധ ഗായകൻ മാർട്ടിൻ നെറ്റോ അവതരിപ്പിച്ച സംഗീത വിരുന്നും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. വെൽക്കം. അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.